അങ്ങനെ നമ്മുടെ ദേവയാനി അനാമികേനെ വിളിക്കാണ്. അനാമിക ചെല്ലാണ്. അങ്ങനെ അനാമികേനെ കൊണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ എടുപ്പിക്കാണ്. എനിക്ക് തരാനായിരിക്കും, വല്യമ്മയ്ക്ക് ഏറ്റവും സ്നേഹം എന്നോടല്ലേ, അതുകൊണ്ട് എനിക്ക് സ്വർണം കൊടുത്തില്ലേ, അപ്പൊ എനിക്ക് ചെക്ക് തരാനായിരിക്കും എന്നിങ്ങനെ ചോദിക്കാണ്. അല്ല വിചാരിക്കാണ്. ഇതേ സമയം നമ്മുടെ ഇവള് ചോദിക്കാണ്, അനാമിക ചോദിക്കാണ്, ആർക്കാ വല്യമ്മ ഈ ചെക്ക്? എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾക്കാരെന്ന് ഇങ്ങനെ പറയാണ്. അത് ആൾക്കാന്ന് മോൾക്കറിയോ എന്നിങ്ങനെ പറയാണ്. അത് കേട്ടതും എനിക്കന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ ശരിയാവണേ, അതെനിക്കറിയില്ല, ആർക്കാ വല്യമ്മ എന്നിങ്ങനെ ചോദിക്കാണ്. അപ്പം നമ്മുടെ നാമികയുടെ അടുത്ത് ദേവയാനി പറയാണ്, അത് എനിക്ക് കരൾ തന്നില്ലേ ആ പെൺകുട്ടിക്കാ എന്നിങ്ങനെ പറയാണ്. ഇതേ സമയം അതിന് വല്യമ്മയ്ക്ക് അറിയില്ലല്ലോ, അപ്പം എങ്ങനെ കൊടുക്കാൻ പോകുന്നേ? ഞാൻ ആദർശിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവനിപ്പോൾ വരും. അപ്പോഴേക്കും ആദർശ് ഒരാൾ. അപ്പം നമ്മുടെ അനാമിക റൂമിൻ്റെ പുറത്ത് പോയി ഒളിഞ്ഞേക്കാണ്. എന്നിട്ട് പറയാണ്, ഇത് എന്നിട്ടമ്മ ചെക്കൊക്കെ എടുത്ത് ഇത് എനിക്ക് കരൾ തന്ന പെൺകുട്ടിക്ക് കൊടുക്കാനാ, അതൊരു 50 ലക്ഷം അവിടെ എഴുതിക്കോ എന്നിങ്ങനെ പറയാണ്. അച്ഛൻ പറഞ്ഞത് കേൾക്കാമായിരുന്നു, അങ്ങനെയാണ് ഞാൻ ബ്ലഡ് കൊടുത്തതെന്ന പേരിൽ ഒരു 10 ലക്ഷമെങ്കിലും ചുളിവിലടിച്ചെടുക്കാമായിരുന്നു നമ്മുടെ അനാമിക മനസ്സിൽ ഇത് ചിന്തിക്കാണ്. അങ്ങനെ അനാമിക അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം നമ്മുടെ ആദർശി ചെക്കൊക്കെ എഴുതി. അതിനുശേഷം പറയാള്, ഈ ചെക്ക് അവർ മേടിക്കോ എന്നൊന്നും എനിക്കറിയില്ല, അവരെന്തായാലും കാശിനോ പണത്തിനോ വേണ്ടിയൊന്നല്ല അവര് വല്യമ്മയ്ക്ക്, അല്ലാതെ അമ്മയ്ക്ക് കരളും കാര്യങ്ങളൊക്കെ തന്നേനെ. ആ കുട്ടിയുടെ ഹസ്ബൻഡാണെങ്കിൽ ഒട്ടും മേടിക്കുകയും പോകണമെന്നില്ല എന്നിങ്ങനെ പറയാള്. അത് കേട്ട് നമ്മുടെ ദേവയാനി, എൻ്റെ ഒരു മനസ്സമാധാനത്തിനാ മോനൊന്നും നിർബന്ധിച്ചായാലും അതൊന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അവർ വേണ്ടാന്ന് പറഞ്ഞാലേ അക്കൗണ്ട് നമ്പർ മേടിക്കുക, അക്കൗണ്ട് നമ്പർ മേടിച്ച് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാമെന്ന് പറയാള്. അപ്പോൾ നമ്മൾ ആദർശ് പറയാള്, അതൊന്നും ശരിയാവില്ല അമ്മേ, അവർ മേടിച്ചില്ലെങ്കിൽ അതൊന്നും നമ്മൾ ശരിയാവില്ല. കൂടാതെ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും നേരിട്ട് കൊടുക്കണമെങ്കിൽ അമ്മയുടെ അസുഖമൊക്കെ മാറിയിട്ട് അമ്മ നേരിട്ട് ആളെ തിരിച്ചറിയുമ്പോൾ അമ്മ അങ്ങോട്ട് കൊടുത്തേക്ക് എന്നിങ്ങനെ പറയാള്. അതുവരെയുള്ള എൻ്റെ മനസ്സമാധാനത്തിനെ പോലെ അമ്മയ്ക്ക് ആളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അമ്മ നേരിട്ട് തന്നെ കൊടുത്തോളാം, അതിനൊരു വഴി കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അമ്മ ചെയ്ത് കൊടുത്തോളാം, അതുകൊണ്ട് മോന് ഈ ചെക്ക് കൊടുക്കുക എന്നിങ്ങനെ പറയാള്. വാങ്ങിക്കോ വാങ്ങിക്കില്ലേ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാനിത് എന്തായാലും കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ശ്രമിക്കാം എന്നിങ്ങനെ പറയും. അത് മതി മോനെ, നീ കൊണ്ട് കൊടുക്കുക എന്നിങ്ങനെ പറയാണ്. അതിന് നമ്മുടെ നേരെയെ അറിയാതെ തന്നെ എനിക്ക് 50 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് നമ്മുടെ ദേവയാനി തയ്യാറാവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.